അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അലവി സഖാഫിയോട് ഒരു ചോദ്യം കൂടി, അവസാനത്തെ ചോദ്യമാണ്. ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, ആരും ചിരിക്കൊന്നും വേണ്ട, അതൊരു പരിഹാസമല്ല, ഇൽമിന്റെ സദസ്സാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നലെ നടന്ന ഒരു മുഖാമുഖത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഈ ഭാഗം ഇന്നലെ നടന്ന മുഖാമുഖത്തിന്റെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് ലൈവ് നടക്കുമ്പോൾ കട്ട് ചെയ്ത ഒരു ഭാഗമാണ്. ഇതെന്തുകൊണ്ട് അവർ റിമൂവ് ചെയ്തു എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇത് മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നമ്മൾ വീഡിയോ ആക്കിയിട്ട് പുറത്ത് കാണിക്കുന്നതുമാണ്. ഇവിടെ ഇപ്പോൾ ആ സഹോദരൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അലവി സഖാഫിയോടാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ബാക്കിലുള്ള ആളുകളൊക്കെ ഒരു പുച്ഛത്തോടെയുള്ള കളിയാക്കിയിട്ടുള്ള ഒരു ചിരിയാണ്. എന്തിനാണത്? അയാൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടേ? അവർക്കറിയാം ഞങ്ങളുടെ ഉസ്താദന്മാരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദന്മാർ പെടും എന്നുള്ളത്, അത് പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ബാക്കിയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്താ ചോദ്യം എന്ന് നോക്കാം നമുക്ക്. ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അപ്പോ ബഹുമാന്യനായ അലവി സഖാഫി, അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതന്റെ, ഈ ഉള്ളവന്റെ. വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ്? ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? അതായത് അവരോട് ഇസ്തിഗാഥ നടത്താൻ, അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ? ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? ആ സബബ് ഒന്ന് വിശദീകരിക്കും. ഇവിടെ ആ സഹോദരന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇവര് മഹാത്മാക്കൾ എന്നുള്ള വാക്കും വേണം ഇനി പിടിച്ചു തൂങ്ങാൻ പോകുന്നത്. അതല്ലാതെ മറ്റൊരു രസം അവിടെ കിടക്കുന്നുണ്ട്. മഹാത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വിളിച്ചു തേടുന്ന ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് ഇവര് പച്ച ഷിർക്ക് ചെയ്യുന്നതിന് അതിനെന്താണ് സബബ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വളരെ വ്യക്തമായിക്കൊണ്ട് പറയാവുന്നതേ ഉള്ളൂ, അല്ലേ? പരിശുദ്ധ ഖുർആനിൽ നിന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോ ആ 6000 ചില്ലാനം ആയത്തുകളിൽ നിന്ന് ഇതെടുത്തു പറയാൻ പണ്ഡിതന്മാർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ വലിയ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടു കിടക്കുന്നത്. ഇനി അലവി സഖാഫിയോട് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്, ചോദിച്ചത്. എങ്കിൽ ആരാണ് ഇവിടെ മറുപടി പറയാൻ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന്റെ മറുപടി ഞാനാ പറയണേ. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാണ്. അതിന്റെ മറുപടി ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് PKM സഖാഫി ഇരിങ്ങല്ലൂർ എന്ന് പറയുന്ന അലവി സഖാഫിയുടെ ഉസ്താദാണ് വന്നു. എന്നിട്ട് അതിന്റെ മറുപടി ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ചാടി നീച്ചിട്ട് ചീറ്റപ്പുലി പോലെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ചോദ്യം മനസ്സിലായിട്ട് വേണ്ടേ അവിടെ വന്ന് നിൽക്കാന്? ഇല്ല, മനസ്സിലായിട്ടില്ല. അപ്പൊ ഇനി ഒന്നും കൂടി ആവർത്തിച്ചാണ് എന്നാ പറയുന്നത്. ഒന്നും കൂടി ആവർത്തിക്കണമെങ്കിൽ ആ ആവർത്തിച്ചതിന് ശേഷമല്ലേ മറുപടി പറയാൻ വരേണ്ടത്? അപ്പൊ അതൊക്കെ മറ്റൊരു കഥ. ഇതൊന്നുമല്ല ഇതിലത്തെ രസം. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് അവരുടെ ലൈവിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കേൾക്കും നിങ്ങൾ. എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി ചോദ്യം. വഫാത്തായ മഹാത്മാക്കൾ, അവരോട് ജീവിച്ച മഹാത്മാക്കളെ പറ്റിയാണ് ചോദ്യം. അതെ അതെ, വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിലായല്ലോ? ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ. ഉത്തരല്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ചോദ്യമല്ല ഇവിടെ വിഷയമാക്കിയിട്ടുള്ളത്. ആ സഹോദരൻ ചോദിച്ചത് നമുക്കെല്ലാവർക്കും മനസ്സിലായി, അദ്ദേഹത്തിനും മനസ്സിലായി. ഇനി ചോദ്യത്തിലുള്ള ഉപചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ്? മഹാത്മാക്കളെ കുറിച്ചാണ്. ഇനിയിപ്പോ മൂപ്പര് മഹാത്മാവാവുന്നൊക്കെ ഉണ്ട്, നോക്കി നോക്കൂ. ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞ ആരാണ്? ഇതിന് മറുപടി നിങ്ങൾ പറയും. അമ്പിയാക്കൾ. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാം സ്ഥാനം. അമ്പിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അത് മാത്രമൊന്നുമല്ല. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മഹാത്മാവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ ഔലിയാക്കൾ, അമ്പിയാക്കൾ. ഞാനും മഹാത്മാവാണ്. അയാള് മഹാത്മാവാണെന്നാ പറഞ്ഞത്. എന്ത് മഹാത്മാവ്? എന്തിന്റെ മഹാത്മാവ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിവരക്കേട് പറയാന് വള്ളം 2 കാലും വിറ്റ് ചെയ്തിട്ട് ഒരു വെള്ളത്തുണിയും വെള്ള ഷർട്ട് ഇട്ടിട്ട് തലയിൽ ഒരു വെള്ളക്കെട്ടും പോറാട്ടക്കെട്ടും കെട്ടി വന്നിട്ട് ഞാനും മഹാത്മാവാന്ന് പറഞ്ഞ് ഒരു ഉളുപ്പ് വിറ്റക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പറയട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണോ അല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണോ അല്ലേ എന്നാണ് ഇപ്പൊ ചോദ്യം.
എന്താണ് ഉത്തരം ടീച്ചർ പറയല്ലയ്യ, ഇവിടെ കിടന്നിട്ട് പൊറാട്ട് നാടകം പൊട്ടങ്കളി നാടകം നടത്തുവോ? നടത്തൂല. കേട്ടോളികൾ. ഞാൻ ആത്മാവാണ്. വഫ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, കുറച്ച് ഞാൻ മരിക്കും. അതിന് ശേഷം പറ്റുമല്ലോ അപ്പൊ പറയാം. ജീവിച്ചിരിക്കണില്ല ചോദിച്ചപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മരിക്കുന്നു. എല്ലാരും മരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ, കുറച്ച് മാസം കഴിഞ്ഞിട്ടോ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഒക്കെ മരിക്കും. ഏത് നിമിഷവും മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് PKM സഖാഫി ഇരിങ്ങല്ലൂർ എന്ന് പറയുന്ന ഈ ഉസ്താദ്. എന്തിനായിട്ടാണ് ഈ ജനങ്ങളെ മൊത്തത്തിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ നാണം കെടുന്നത്? പറയട്ടെ. നിങ്ങളെ പറയട്ടെ നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും ആത്മാവാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ശിഷ്യൻ ഞാൻ ആത്മാവാണോ അല്ലയെന്നാ ചോദിക്കുന്നത്. അള്ളാഹുവിനറിയാം. അതാണ് കാര്യം. നിങ്ങൾ മഹാത്മാവല്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ. കാര്യം ഇതുപോലൊരു വിവരക്കേട് വരണമെന്നുണ്ടെങ്കിൽ ഒരാത്മാവല്ല, നിങ്ങൾ പിഴച്ചൊരാത്മാവാണ്. എന്തായാലും ആ സഹോദരൻ അവിടെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അള്ളാഹുവിന് അറിയാം ഏതൊരു മഹാത്മാവാണോ സാധാത്മാവാണോ വൃത്തികെട്ട ആത്മാവാണോ ഒക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. പറയും. നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അങ്ങളും ആത്മാവ് നിങ്ങൾ പറഞ്ഞോളൂ, ഇങ്ങക്ക് അന്തല്ലല്ലോ എന്നുള്ളതാണ് ആ മറുപടിയുടെ അർത്ഥം കേട്ടോ. ഓക്കെ. ആത്മാവാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്നോട് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കണത്? മഹാത്മാവാണെങ്കിൽ എന്നല്ലേ, ഞാൻ മഹാത്മാവാണ്. മരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. അവിടെ ബാക്കിൽ ഇരുന്നിട്ട് കുറെ ആളുകൾ ചിരിക്കുന്നുണ്ട്. ഇത് എന്ത് ചിരിയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങളവിടെ ചില ആളുകൾ പറയാറുണ്ട്, ചിലത് കണ്ട ചില ആളുകൾ ചിരിക്കുന്ന പോലെ ചിരി എന്നുള്ളതാണ്. ഇനി കണ്ടന്റിലേക്ക് വരികയാണ്. ഇതിന്റെ യഥാർത്ഥ വശപ്പെടെയാണ് ഇവര് റിമൂവ് ചെയ്ത് കളയാൻ കാരണം ഇതാണ്. കേട്ടോളി. ഇവിടെ സമയം കളയണ്ട. ഞാൻ അലവി സഖാഫിനോട് ഞാൻ അലവി സഖാഫിയോടാണ് ചോദിച്ചത്. അലവി സഖാഫി മറുപടി പറയട്ടെ എന്ന് പറഞ്ഞപ്പോ അലവി സഖാഫിന് എന്തെങ്കിലും മിമിക്രി കാട്ടിയിട്ടോ മോണാക്ട് കാട്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ അവിടെ പറഞ്ഞൊപ്പിച്ചു പോകും. അതിനും കൂടി സമ്മതിക്കാതെ അയാളുടെ ഉസ്താദാന്നും പറഞ്ഞിട്ട് ഒരു സഖാഫി വന്നിട്ട് നാടകം കളിക്കണാണ് സഹോദരന്മാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ പരാജയമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഇവര് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്? ലൈവിന്റെ അടിയിൽ നിന്ന് നമുക്കൊക്കെ വീഡിയോയിൽ എന്തെങ്കിലും ചെറുഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ വെബിൽ പോയി കഴിഞ്ഞാൽ നമുക്കും അതൊക്കെ ഇത്ര സെക്കൻഡ് വെച്ച് ഇത്ര സെക്കൻഡ് വരെ, ഇത്ര മിനിറ്റ് മുതൽ ഇത്ര മിനിറ്റ് വരെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളഞ്ഞ എന്തിനാണ്? അല്ലെങ്കിൽ ഇത് ശരിയായിരുന്നുവെങ്കിൽ അവരുടെ ആ ലൈവില് അത് ഇന്നും അവശേഷിക്കുന്ന ആ ലൈവ് ഞാനതൊന്നും കണ്ടു, അതിലില്ല. ഈ ഒരു ഭാഗമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ റിമൂവ് ചെയ്തത്? നിങ്ങളുടെ പൊറാട്ട നാടകം പൊളിഞ്ഞത് കൊണ്ട് തന്നെയല്ലേ? അല്ലേ? തല്ലേക്കെട്ട് പൊറാട്ടക്കെട്ടുകാരെ. ഞാൻ പറയട്ടെ, വിനീതമായിട്ട് പറയട്ടെ. ഞാൻ അലവി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത്. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസില്. ഞാൻ അലവി സഖാഫിന്റെ മേലെയാണെന്ന് പറഞ്ഞത്. അതാണ് അലവി സഖാഫിന്റെ ഉസ്താദാണ്. അലവി സഖാഫി പെട്ടു. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പേര് ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമുള്ള കാര്യം പറഞ്ഞു. നോട്ടീസ് എങ്ങനെ ഉണ്ട്? അലവി സഖാഫിനെ മാത്രം വെച്ച നോട്ടീസ് ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ അലവി സഖാഫി മാത്രമായിക്കൊണ്ട് മറുപടി പറയുന്നു, ചോദ്യകർത്താക്കളെ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ ഉണ്ട്. അങ്ങനെയൊന്നും പറയണ്ട മൂല്യരെ. എന്തിനാ വെറുതെ സമയം കളഞ്ഞത്? സമയം എന്തിനാ കളഞ്ഞത്? പെർമിഷൻ കഴിഞ്ഞ് സംസാരിക്കുകയാണ്. പെർമിഷൻ കഴിഞ്ഞ് വിളിച്ചു അലവി സഖാഫി ഇല്ലല്ല, അലവി സഖാഫി നിങ്ങളോട് ചോദിച്ചിട്ടില്ല. വെറുതെ എന്തിനാ തർക്കിക്കണേ? ഇസ്ലാമിലെ തർക്കല്ല. ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ താലിബുൽ ഇൽമി, ഞാൻ ഇൽമ നേടാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കട്ടായി. ഇതുവരെയുള്ള കാര്യങ്ങള് അവരുടെ ലൈവ് സ്ട്രീമിങ് ഇപ്പോ നിലവില് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് കഴിഞ്ഞു. ഇപ്പോഴും അത് വീഡിയോ യൂട്യൂബിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം മാത്രമല്ല, പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ അലവി സഖാഫിയുടെ ഉസ്താദാണ് ഇയാള് എങ്കിൽ ഇയാളുടെ ക്വാളിറ്റി നമ്മളിപ്പോ കണ്ടല്ലോ. അപ്പൊ അലവിയുടെ ക്വാളിറ്റി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ നാടകം കളി, ഈ പൊറാട്ടക്കെട്ടും കെട്ടി വന്നിട്ടുള്ള ഈ പൊട്ടം കളി, ഈ വിവരക്കേട് പറയല്, ഇത് മാത്രമാണ് ഇവരുടെ കൈമുതലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് അള്ളാഹു ആണ് ഇങ്ങനെ ലൈവ് കാണുവാനും ആ ലൈവ്
റെക്കോർഡ് ചെയ്യുവാനും ഒക്കെ തോന്നിപ്പിച്ചത് എന്നുള്ള ആ ഒരു കാര്യം കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വിവരക്കേടുകളുമായിട്ട് അലവി സക്കാഫി നിങ്ങൾ ഈ ഉസ്താദിനെ കൊണ്ടുവരാൻ മറക്കരുത്. നിങ്ങളുടെ മുഖാമുഖങ്ങള് പൊളിഞ്ഞ് പാളീസായിട്ട് കണ്ടം വെച്ച കോട്ടുമായിട്ട് നടക്കുന്ന അലവി, താങ്കളുടെ ഉസ്താദിനെ അടുത്ത മുഖാമുഖത്തിനും സംവാദം ടീച്ചങ്ങ് അവിടുക്കും. അതുപോലെ തന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇതൊരു ബർക്കത്താണ്. ഈ ബർക്കത്തിനൊപ്പം കൊണ്ടുവരുന്നാല് അവിടെയുള്ള തലയെക്കെട്ടുകാര് ആ ചെവിയും ഹൃദയവും അടച്ചുപോയ ആ വിഭാഗം ചിലപ്പോ നേരായിന്ന് വരില്ല, അവരിത് മനസ്സിലാക്കിയെന്ന് വരില്ല. എന്നാൽ ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആശയ പാപ്പരത്വവും അറിവില്ലായ്മയും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പിഴച്ച വാദങ്ങളും ജനങ്ങൾ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. നിങ്ങളുടെ ജൽപ്പനങ്ങളും കേട്ട് നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആളുകള് അവര് സത്യപന്താവിലേക്ക് നടന്നെടുക്കട്ടെ, പരിശുദ്ധ ഖുർആനിലേക്കും സ്വഹിയായ ഹദീസിലേക്കും അവര് നടന്നെടുക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. ഇതുപോലെയുള്ള ആളുകളാണ് സത്യത്തിന് ഇന്ന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളത്. ഇതുപോലെയുള്ള ആളുകൾ വിവരക്കേട് പറയുന്നത് തന്നെയാണ്. 10 ആൾക്കെങ്കിൽ 10 ആൾക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് 10 ആളെങ്കിൽ 10 ആള് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ തുറന്നു പറയലുകൾ കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്നാണ് പറയാനുള്ളത്. അവിടെ കൂടി നിന്ന ആളുകൾ കൂടുതലും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് സത്യം തിരിച്ചറിഞ്ഞാലും അവരുടെ ഉസ്താദന്മാരൊപ്പം നരകത്തേക്ക് ചാടാൻ നിൽക്കുന്ന, തയ്യാറായി നിൽക്കുന്ന ഒളിയർമാർ വിസിലിന് കാത്തിരിക്കുകയാണ്. അപ്പോ അവരുടെ പിന്നാലെ ചാടാൻ നിൽക്കാതെ സത്യമായിട്ട് മനസ്സിലാക്കുവാന് പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, സ്വഹീഹായ ഹദീസിലേക്ക് മടങ്ങുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദുഹു ഇലല്ലാഹി വ റസൂൽ. അല്ലേ? അത് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിന്റെ അപാരമായ തൗഫീക്ക് നാം ഏവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.